വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ കിടിലം പ്രോപ്പർട്ടി കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ടോട്ടലായിട്ട് 19 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇഷ്ടികയിൽ നിർമ്മിച്ച ഏകദേശം 4 വർഷം മാത്രം പഴക്കമുള്ള നല്ല രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡിസൈനിലാണ് ആ ഒരു വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു വീട്. വീടിനകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഭംഗി മനസ്സിലാവും. ആ വീട് ഉൾപ്പെടുന്ന ടോട്ടലായിട്ട് 19 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ ശരിക്കും ഇനിയും ഒരു വീട് വെക്കാനുള്ള സ്പേസ് ഈ ഭാഗത്തായിട്ട് വിട്ടിട്ടുണ്ട്. വീട് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഈ റോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് പോയി അവിടെയായിട്ടും നമുക്ക് വീണ്ടും ഒരു 5 സെൻറ്റ് സ്ഥലം ഇനി ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ മക്കൾക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ 2-3 പേർക്ക് ഒരേ കോമ്പൗണ്ടിൽ വീട് വെച്ചൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് ഒരു പാർട്ടിക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ള 2 കിടക്കുന്ന 5 സെൻറ്റിൽ 2 വീടും കൂടെ വെക്കാനുള്ള സ്ഥലം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പേയാട് ജംഗ്ഷൻ സമീപമാണ്. പേയാട് ജംഗ്ഷനിൽ തന്നെ ഇടത്തോട്ട് ഭജനവടം ലൈൻ, അതായത് വിളപ്പിൽ സർവീസ് സൊസൈറ്റിയുടെ നേരെ എതിർവശം കാണുന്ന റോഡ് ഏകദേശം ഒരു 600 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. നല്ല കിടിലം ലൊക്കേഷനിലെ കിടിലം പ്രോപ്പർട്ടി. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു. നമ്മുടെ ഈ വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങ് താഴെ വന്നിട്ട് ഇവിടെയായിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം കൂടെ കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അവർക്കൊരു 20 സെൻറ്റ് ഉണ്ട് കേട്ടോ. വേണമല്ല അതും കൊടുക്കും. അതിൻ്റെ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക. അതിനാണെങ്കിലും നമുക്ക് മറുവശത്ത് വേറൊരു ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് 2 എൻഡിലും നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിലാക്കി ഇത് സെപ്പറേറ്റ് ഒരു ഇതാക്കിയിട്ടാണ് ഈ വീട് നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ പ്ലോട്ടിലും മേളിലും വേണമെങ്കിൽ ഇനിയും വീടുകൾ വെക്കാവുന്നതാണ്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മൾ സാധാരണ കാണുന്ന ട്രഡീഷണൽ വീടുകളുടെ ഡിസൈൻ ഒന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ രീതി ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് മുൻവശം നോക്കിയാൽ ഫുള്ള് ഗ്ലാസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ടോട്ടലായിട്ട് 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് കാണാം. ഇതിൽ കാണുന്ന എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. മുൻവശത്ത് ഇപ്പോൾ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ കേർട്ടൻസ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഈ ഭാഗത്തായിട്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു കണ്ടീഷനിലാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇതിൽ കാണുന്ന ഫുള്ളായിട്ടുള്ള ഫർണിച്ചർ, അതുപോലെ തന്നെ കിച്ചൺ അപ്ലയൻസ്, ഇതുപോലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസ്, എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം ഉൾപ്പെടെയാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ വിലയും പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡൈനിങ്ങും കിച്ചൻ്റെ ആ ഒരു സ്പേസും ഒന്നിച്ചാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് വേണമെങ്കിൽ ഡൈനിങ് ആക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് അങ്ങനെ നിന്ന് കഴിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വർക്ക് ഏരിയ വരും. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുമുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും കട്ടിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ റൂമുകളിലും ഇതുപോലൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്റ്റെയർ നോക്കിയാൽ സ്റ്റെയറിലൊരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ. നമ്മളൊരു പുറം രാജ്യങ്ങളിലെ കാണുന്ന ആ ഒരു ഡിസൈനിലാണ്, അതായത് ഒരു അമേരിക്കൻ സ്റ്റൈലിലൊക്കെയാണ് ഈ ഒരു സാധനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ലിവിങ് സ്പേസ് കാണാം. ഇവിടെ നിന്ന് നമുക്കിത് ഇങ്ങനെ ഒരു വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരും. ഇവിടെ നിന്ന് 2 സൈഡിലായിട്ട് 2 ബെഡ്റൂംസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ള റൂമാണ്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഇതിനകത്ത് ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആണ്. അവിടെ കബോർഡ് സൗകര്യം എല്ലാം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. അതായത് മേളിലത്തെ 2 ബെഡ്റൂമുകൾക്കും ബാൽക്കണി സ്പേസ് ഉണ്ട്. കോമൺ സ്പേസിനും ബാൽക്കണി ഏരിയ കാണാം. ഇവിടെ നിന്ന് മുൻവശത്തേക്ക് വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇത് ആ റൂമിനെക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശത്ത് ആ ഒരു ബാൽക്കണി സ്പേസ് ഇവിടെയല്ല കൊടുത്തിരിക്കുന്നത്, ആ സൈഡിലേക്കാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഡ്രസ്സിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് കാണാം. ബാത്റൂമിനകത്ത് എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ്. ജാഗ്വാർ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് ഒരു ബാൽക്കണി ഏരിയയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് 19 സെൻറ്റും അതിനകത്ത് ഈ ഒരു വീട് ഉൾപ്പെടെയാണ് വരുന്നത്. മൊത്തത്തിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന വില 2,10,00,000 രൂപയാണ്. ഇനി അതല്ല, ഇതിനകത്ത് ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ നൽകാൻ സാധിക്കും. എങ്ങനെയാ വെച്ചാൽ മുൻവശത്ത് ഒരു 5 സെൻറ്റ് ഉണ്ട്, പിൻവശത്തേക്ക് ബാക്കിയുള്ള സ്ഥലവും ഈ വീട് ഉൾപ്പെടുന്ന സ്ഥലം, അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന മുൻവശത്തുള്ളത് ആദ്യം കൊടുക്കത്തില്ല, ഈ വീട് ഉൾപ്പെടുന്ന സ്ഥലമായിരിക്കും ആദ്യം കൊടുക്കാനായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളത് മൊത്തത്തിൽ വാങ്ങുന്നതാണ് നല്ലത് കേട്ടോ. വീടിന് ചുറ്റുവട്ടം നല്ല രീതിയിൽ സ്ഥലമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ലൊക്കേഷൻ
വേരിയേഷൻ. അത് പോയിട്ട് നമ്മുടെ ആ ഒരു താഴത്തെ പോർഷൻ കഴിഞ്ഞ് അപ്പുറത്തേക്ക് വീണ്ടും ഒരു 20 സെന്റ് കിടപ്പുണ്ട്. ആ 20 സെന്റിന് താഴത്തെ ഭജനമടൻ ലൈനിൽ തന്നെ നമുക്ക് താഴെ രണ്ടാമത്തെ ഒരു റോഡ് ഫ്രണ്ടേജ് ആ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടാവും. ആ പ്രോപ്പർട്ടിയും കൊടുക്കാനുള്ളതാണ്. അതിന്റെ വിലയും കാര്യങ്ങളും നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 2,10,00,000 രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കുക.